നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ ക്രൂരമായി കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജനരോഷം ശക്തം. കൊച്ചിയിൽ CASF ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ഐവിൻ ജിജോയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ CASF ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്നു. ഐവിൻ കാറിന് മുന്നിൽ നിന്ന് വീഡിയോ പകർത്താൻ ശ്രമിച്ചതാണ് പ്രകോപന കാരണം എന്ന് രണ്ടാം പ്രതി മോഹൻ മൊഴി നൽകി. രണ്ട് CASF ഉദ്യോഗസ്ഥരെയും ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ഐവിൻ ജിജോയുടെ സംസ്കാരം ഉച്ചയ്ക്ക് 2:30 തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ നടക്കും. വിവരങ്ങളുമായി വിഷ്ണു സുരേഷും ശ്യാംകുമാറും ചേരുന്നുണ്ട്. വിഷ്ണുവിലേക്ക് ആദ്യം. വിഷ്ണു, അങ്ങേയറ്റത്തെ നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു. എന്താണ് ഈ ഐവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ചതഞ്ഞരഞ്ഞു പോയ കാര്യം ദൃക്സാക്ഷികളൊക്കെ പറയുന്നുണ്ടായിരുന്നു. യഥാർത്ഥ പ്രകോപനം എന്താണ് എന്നാണ് ഈ CASF ഉദ്യോഗസ്ഥർ പറയുന്നത്? വിഷ്ണു. ഹാഷ്മി, വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കം അത് ഇത്തരത്തിലുള്ളൊരു ബ്രൂട്ടൽ നടപടിയിലേക്ക് കടന്നു എന്നാണ് CASF ഉദ്യോഗസ്ഥർ പോലീസിന് മുൻപിൽ നൽകിയിരിക്കുന്ന മൊഴി. 10:45 ഇവർ അശ്രദ്ധമായി CASF ഉദ്യോഗസ്ഥർ തന്നെ അശ്രദ്ധമായി വാഹനം ഓടിച്ചെത്തി ഐവിന്റെ കാറിലേക്ക് ഇടിക്കുന്നു. പിന്നീട് രണ്ട് കൂട്ടരും പുറത്തേക്ക് ഇറങ്ങുന്നു. അത് തർക്കമാകുന്നു. അവിടെ വെച്ച് ഇവർ ഐവിനുമായി ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്നു. ഇതിനിടയിൽ ഐവിൻ ഇക്കാര്യങ്ങളെല്ലാം മൊബൈൽ പകർത്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി. ഇതിന് പിന്നാലെയാണ് അവിടെ നിന്ന് വളരെ സ്പീഡിൽ വാഹനം എടുക്കുന്ന ഘട്ടത്തിൽ ഐവിൻ ഈ ബോണറ്റിലേക്ക് തെറിച്ചു വീഴുന്നത്. പിന്നീട് ഈ സംഭവം ഉണ്ടാകുന്ന തോമ്പർ റോഡിൽ നിന്ന് നായത്തോട് പ്രദേശം വരെ ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. ആ ഘട്ടത്തിലെല്ലാം ഐവിൻ ഈ ബോണറ്റിൽ കിടക്കുകയായിരുന്നു. അപ്പോഴൊന്നും ഈ പ്രതികൾക്ക് വാഹനം നിർത്തണമെന്ന് ഒരു തോന്നലും ഉണ്ടായില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഹിറ്റ് ആൻഡ് റൺ അതിനപ്പുറത്തേക്ക് ഒരു മർഡർ സ്വഭാവം ഇതിന് വരുന്നത്. അങ്ങനെയാണ് ആ വകുപ്പുകൾ രണ്ടുപേർക്കുമെതിരെ ചുമത്തിയത്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ഡ്രൈവർക്കെതിരെയാണ് മർഡർ ചുമത്തുക. പക്ഷേ ഇവിടെ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന, വിനയ് കുമാറിനൊപ്പം ഉണ്ടായിരുന്ന മോഹൻ ഇത് തടയാൻ ശ്രമിച്ചില്ല. അതായത് ഈ ഇന്റൻഷൻ, ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ചെയ്താൽ ഒരു കൊലപാതകം എന്ന ഇന്റൻഷൻ ഉണ്ടായിരുന്നു. ഒപ്പം ഇങ്ങനെ ചെയ്താൽ ഇയാൾ മരിച്ചു പോകുമെന്ന നോളജും ഉണ്ടായിരുന്നു. ആ രണ്ട് പശ്ചാത്തലത്തിലാണ് രണ്ടുപേർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തുകയും അത് നിലനിൽക്കുമെന്ന് ഉറപ്പാക്കുകയും പോലീസ് ചെയ്തത്. CCTV ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകം. ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം 50-ലധികം വരുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിക്രൂരമായ കൊലപാതകം എന്ന് നിസ്സംശയം പറയാനാകും. ഇപ്പോൾ ഐവിന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ആ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്ന ട്രോമ, അതിൽ നിന്ന് അവർ എപ്പോൾ പുറത്തു വരുമെന്ന് പറയാനാകില്ല. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഐവിൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ജോലിക്ക് പോയത്. ആ അമ്മ തന്നെ ഇന്നലെ പ്രതികരിച്ചത്, നായശല്യം ഉള്ളതുകൊണ്ട് ബൈക്കിൽ പോകേണ്ടതില്ല, കാറിൽ പോയാൽ മതിയെന്ന് പറഞ്ഞ് മകൻ കാറിൽ പോയതാണെന്നാണ്. ആ കാറിൽ പോകുന്ന ആ യാത്ര പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലേക്ക് ഐവിൻ മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ആ കുടുംബം വലിയ സങ്കടത്തിലാണ്. നാട്ടുകാർ ഒന്നാകെ വലിയ സങ്കടത്തിലാണ്. എല്ലാവരോടും സൗഹൃദം പുലർത്തിയിരുന്ന, എപ്പോഴും ശാന്ത സ്വഭാവം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഐവിൻ എന്ന് നാട്ടുകാരടക്കം പറയുന്നുണ്ട്. അയാളെയാണ് ഇത്തരത്തിൽ ബ്രൂട്ടലായി ഈ സുരക്ഷ ഒരുക്കേണ്ട രണ്ട് ഉദ്യോഗസ്ഥർ, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷ ഒരുക്കാം. ഇത്തരം പ്രകോപനങ്ങളിൽ നിന്നൊക്കെ വീഴരുത്, അല്ലെങ്കിൽ അത്തരം പ്രകോപനമൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വളരെ ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരം ഈ ക്രൂരകൃത്യത്തിൽ ഏർപ്പെട്ടതെന്നുള്ളതും അതിദാരുണമായ സംഭവമാണ്. ഇരുവർക്കുമെതിരെ CASFന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തുവെങ്കിൽ പോലും തുടർ നടപടികൾ, അതായത് ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് CASFന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇവർ രണ്ടുപേരെയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. വിനയ് കുമാർ നേരത്തെ ആശുപത്രിയിലായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വിനയിനെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഹാഷ്മി. ശ്യാംകുമാറിന് തുടരുന്നുണ്ട്. ശ്യാം, ഇത് നമുക്ക് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു റോഡിലുണ്ടാകുന്ന തർക്കം, അല്ലെങ്കിൽ പരമാവധി റോഡ് റേജ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ രൂക്ഷമായ വാക്തർക്കങ്ങൾക്കപ്പുറം വണ്ടി ഇടിക്കുക എന്നതിനുമപ്പുറം, ഒരു പ്രകോപനത്തിൽ വണ്ടി ഇടിക്കുക എന്നതിനപ്പുറം ഇത് കിലോമീറ്ററോളം വലിച്ചിടിച്ച് കൊണ്ടുപോവുകയും ചതഞ്ഞരഞ്ഞ് അങ്ങേയറ്റം ബ്രൂട്ടലായി കൊല്ലാൻ ഇവർക്ക് പറ്റിയതെങ്ങനെയാണ്? ഇവർ ഈ സമയത്ത് MDMA പോലെയുള്ള മാരക രാസലഹരിയോ മദ്യപിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള രാസപരിശോധനാ ഫലങ്ങളൊക്കെ എപ്പോഴാണ് കിട്ടുക? ശ്യാം. ഹാഷ്മി, കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കൊല്ലപ്പെട്ട ആൾ അതിനു മുൻപ് ക്രൂരമായ ശാരീരിക ഉപദ്രവങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഡോക്ടർമാർ തന്നെ, അതായത് അങ്കമാലി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ തന്നെ പോലീസിനെ അറിയിച്ചത്. അയാളുടെ മൂക്കിന്റെ പാലം ചതവ് ഉണ്ടായിരുന്നു, അത് പൊട്ടിയ സ്ഥിതിയിലായിരുന്നു. പിന്നീട് ജനനേന്ദ്രിയത്തിന് പരിക്കേറ്റ സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ക്രൂരമായ ഒരു ഉപദ്രവത്തിന് മരണത്തിന് മുൻപ് തന്നെ ഐവിന് വിധേയനായിരുന്നു എന്നുള്ളത് പോലീസിന്റെ ഡോക്ടർമാർ തന്നെ മൊഴി നൽകിയിരുന്നു. നിലവിൽ നാട്ടുകാർ പിടികൂടി വെക്കുകയും അവരുടെ
ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ പരിക്കേറ്റ CISF ഉദ്യോഗസ്ഥരിൽ ഒരാൾ ആശുപത്രിയിലായിരുന്നു. അയാളെയും ഇവിടെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. രണ്ടുപേരെയും ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ചോദ്യം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിനു മുൻപ് രണ്ടുപേരുടെയും വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. ഏറ്റവും ക്രൂരമായ കൊലപാതകം ചെയ്യുമ്പോൾ പോലും ഇവർക്ക് ആ ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഭയം പോലും ഇല്ലാതെയാണ് ആ ക്രൂരകൃത്യം ചെയ്തതെന്നുള്ളതാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. ആ യുവാവിനെ ഇടിച്ച് കാറിന്റെ ബോണറ്റിലിട്ട് മുന്നോട്ട് പോകുമ്പോഴും അമിത വേഗതയിൽ കാർ ഓടിച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് സഡൻ ബ്രേക്ക് ചെയ്ത യുവാവിനെ റോഡിലേക്ക് ഇടുമ്പോൾ ആ തലയടിച്ച് വീണതാണോ മരണകാരണം എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ മരണകാരണമായി പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായി കണ്ടെത്തിയതും തലക്കേറ്റ പരിക്ക് മരണത്തിന് ഇടയാക്കി, മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതായിരുന്നു. ഏതായാലും 2 പ്രതികളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിലൊരാൾ ഈ സംഭവത്തിന് ശേഷവും വീണ്ടും ഓഫീസിൽ ജോലിക്കെത്തി എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വസ്തുത. അത് അവിടുത്തെ സഹപ്രവർത്തകരെ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അവിടെ നിന്നാണ് നെടുമ്പാശ്ശേരി പോലീസ് എത്തുകയും CISF ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നത്, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും 2 പ്രതികളെയും ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഉച്ചയോടുകൂടി പ്രതികളെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എസ് ശ്യാംകുമാറും വിഷ്ണു സുരേഷുമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ. അതിക്രൂരമായ കൊലപാതകത്തിന് മുൻപ് ക്രൂരമായ മർദ്ദനം, പല ശരീരഭാഗങ്ങളിലും ഈ മർദ്ദനമേറ്റ പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന CISF ഉദ്യോഗസ്ഥർ അതിനുള്ള ശിക്ഷ അവർക്ക് ഉറപ്പായും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.